നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനു നേരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും പരാമർശം. എടപ്പാൾ മേൽപ്പാലത്തിൽ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. മയിൽ വാഹനം എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് അധികൃതർ പിടിച്ചെടുത്തത്. വാർത്തകൾ വിശദമായി. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനു നേരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം. യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം. സംഭവത്തിൽ ഡോക്ടർ RLV രാമകൃഷ്ണന് പിന്തുണയുമായി പ്രമുഖർ ഫേസ്ബുക്കിൽ പോസ്റ്റുകളുമായി രംഗത്തെത്തി. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കയുടെ നിറം, കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലും പെറ്റ തള്ള സഹിക്കില്ല. 15 കൊല്ലത്തിലേറെയായി മോഹിനിയാട്ട രംഗത്ത് അധ്യാപകനായും നർത്തകനായും പേരെടുത്ത ഡോക്ടർ RLV രാമകൃഷ്ണന് നേരെയാണ് ജാത്യാധിക്ഷേപം ഉണ്ടായത്. നർത്തകിയായ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം. അധിക്ഷേപ പരാമർശം വന്നതിന് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനമുയർന്നു. രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേരെത്തി. അതേസമയം മുൻപും സത്യഭാമ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. എന്റെ പേര് പറയാതെയാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ, വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല. ജയിലിൽ പോകേണ്ടി വന്നാലും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പലവിധ അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ RLV രാമകൃഷ്ണൻ പറഞ്ഞു. സാംസ്കാരിക രംഗത്ത് ഇത്തരം സവർണ ചിന്തയുള്ളവർ നിലയുറപ്പിച്ചാൽ വലിയ ഭീകര അവസ്ഥയാണ് ഉണ്ടാകുകയെന്നും കലാഭവൻ മണി അടക്കമുള്ള ആളുകൾ ഇത്തരം അധിക്ഷേപം നേരിട്ടിരുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കലാമണ്ഡലം സത്യഭാമ വ്യക്തമാക്കി. മീഡിയ ടൈം, ചാലക്കുടി. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സൗത്ത് ജംഗ്ഷനിലെ മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ AB ജോർജ്, VO പൈലപ്പൻ, അഡ്വക്കേറ്റ് ബിജു S ചിറേത്ത്, സൂസി സുനിൽ, ആലീസ് ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ജാതിയുടെ പേര് പറഞ്ഞ്, നിറത്തിന്റെ പേര് പറഞ്ഞ് വംശീയ അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് ഒരിക്കലും ഈ കേരളീയ സമൂഹത്തിന് യോജിക്കാത്ത തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് സത്യഭാമ ടീച്ചർ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഈ ഗവൺമെന്റ് അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് അവർക്കെതിരെ അറസ്റ്റ് ചെയ്തവരെ ജയിലിലടയ്ക്കാനായിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയതയുടെ, നിറത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് വംശീയമായി അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എടപ്പാൾ മേൽപ്പാലത്തിൽ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. തൃശൂർ ഭാഗത്തു നിന്നെത്തിയ KSRTC ബസും എതിർദിശയിൽ നിന്ന് വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. അപകടത്തിൽ പിക്കപ്പ് ജീപ്പിനുള്ളിൽ ഡ്രൈവർ കുടുങ്ങി. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. റോഡരികിലെ വേസ്റ്റിന് തീപിടിച്ചു കത്തി. ദേശീയപാതയിൽ റോഡ് കാണാൻ കഴിയാത്ത വിധം പുകയായി. ചാലക്കുടി അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു.
കൊരട്ടി ചിറങ്ങര ക്ഷേത്രത്തിന് സമീപം സർവീസ് റോഡിനോട് ചേർന്നാണ് വേസ്റ്റിന് തീപിടിച്ചത്. തുടർന്ന് തീ റെയിൽപാതയിലേക്ക് പടർന്നു പിടിച്ചിരുന്നു. സേന എത്തി വെള്ളം പമ്പ് ചെയ്ത് തീ പൂർണ്ണമായും അടച്ച് പുക മാറ്റി. റോഡ് ഗതാഗത യോഗ്യമാക്കി. ചാലക്കുടി ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി അഗസ്റ്റിന്റെ നേതൃത്വത്തിലെത്തിയ സേനാംഗങ്ങളാണ് തീയണച്ചത്. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുത്ത് മത്സ്യബന്ധനം നടത്തുന്ന കരവരി രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും. ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യലഭ്യത കുറയുമെന്ന് കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന നോർത്ത് പറവൂർ കുഞ്ഞിത്തൈ സ്വദേശി നെടിയാറ വീട്ടിൽ ശ്രീലാൽ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള മയിൽ വാഹനം എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. ഗ്രാമപ്രദക്ഷിണത്തിലെ സവിശേഷാചാരമായ തൃപ്രയാർ തേവരുടെ ചാലുകുത്തൽ പൈനൂർ പാടത്ത് നടന്നു. പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തേവർ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പും കോതക്കുളത്തിലെ ആറാട്ടും കഴിഞ്ഞാണ് ചാലുകുത്തലിന് എഴുന്നള്ളിയത്. പൈനൂരിൽ പണ്ട് പാടമായിരുന്ന സ്ഥലത്ത് ചാലുകുത്തലിന് മാറ്റിയിട്ട സ്ഥലത്ത് കണ്ണാത്ത് തറവാട്ടിലെ പ്രതിനിധി പറ നിറച്ച ശേഷം തേവരുടെ തിടമ്പേറ്റുന്ന ആന രവിപുരം ഗോവിന്ദൻ നിലത്തുനിന്ന് കൊമ്പുകൊണ്ട് 3 തവണ മണ്ണ് കുത്തിയെടുത്തു. ഇത് ഭക്തർക്ക് പ്രസാദമായി നൽകി. സ്വന്തം കൃഷിയിടത്തിൽ കൃഷിയിറക്കുന്നതിലൂടെ തട്ടകത്ത് കൃഷിയിറക്കാൻ തേവർ അനുമതി നൽകുന്നുവെന്നാണ് വിശ്വാസം. പ്രധാന വാർത്തകൾ വീണ്ടും. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനു നേരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും പരാമർശം. എടപ്പാൾ മേൽപ്പാലത്തിൽ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. മയിൽ വാഹനം എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് അധികൃതർ പിടിച്ചെടുത്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.